ദേവസ്വം ആസ്ഥാനത്തെ ചന്ദനമരം മുറിച്ച സംഭവത്തിൽ അബദ്ധം പറ്റിയതല്ല എന്ന കണ്ടെത്തൽ. ചന്ദനമരം മുറിച്ചത് കടത്താൻ തന്നെ എന്നതാണ് സംശയം. അസിസ്റ്റന്റ് കമ്മീഷണറുടെ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു സംശയം ഉയർന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. മുറിച്ച മരത്തിന്റെ കഷ്ണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശം. എന്നാൽ അന്ന് ഇത് ചന്ദനമരമല്ല, മൈലാഞ്ചിയാണെന്ന് കരുതിയാണ് മുറിച്ചതെന്നായിരുന്നു ക്ലീനിംഗ് കോൺട്രാക്ടറായ കോമളൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ഈ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ വെട്ടിയ പുള്ളി ഞാൻ വന്ന അവിടെ ഒരു മൈലാഞ്ചി എന്ന് വെട്ടിയിട്ട് അപ്പം ഞാൻ അപ്പോഴും ഞാൻ ചന്ദനമാണെന്ന് അറിയുന്നില്ല. അപ്പം ഇപ്പോഴാണ് ഇതിൻ്റെ സീരിയസ് മനസ്സിലായത്. ഇനി കേസാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട്, മേഡം പറയുന്നുണ്ട് കേസാവും എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ ഒരു പീസും ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. ചന്ദനക്കടത്തിനുള്ള ശ്രമമാണോ എന്ന സംശയമാണ്. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്ത, നേരത്തെയുള്ള കോൺട്രാക്ടർ പ്രതികരണം കേൾക്കുന്നത് മൈലാഞ്ചിപരമാണ്, സ്വാഭാവികമായൊരു പ്രതികരണമാണ്, അത് അറിയാതെ മുറിച്ചതാണ്. ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്താണ്? രതീഷ്, ഈ മാസം 9-ാം തീയതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാന വളപ്പിലുണ്ടായിരുന്ന ചന്ദനമരം മുറിച്ചത്. അന്ന് ചന്ദനമരം മുറിച്ചറിഞ്ഞ് മാതൃഭൂമി ന്യൂസ് അവിടെ ഓടിയെത്തിയിരുന്നു. അങ്ങനെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ എടുത്തു. അന്നേരമാണ് അവിടുത്തെ ക്ലീനിംഗ് കോൺട്രാക്ടർ കോമളൻ ഈ പ്രതികരണം നൽകിയത്. അത് പാഴ്മരമാണ്, മൈലാഞ്ചിയാണ് എന്ന് കരുതി പണിക്കാർ വെട്ടി മാറ്റിയതാണ്. സാറ് വന്ന്, അതായത് ഓവർസിയറാണ് അത് കണ്ടെത്തിയത് മുറിച്ചതെന്നുള്ളത്. അപ്പോൾ ഞങ്ങളത് തിരിച്ചവിടെ കൊടുത്തു എന്ന ഒരു അബദ്ധം പറ്റിയ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇത് സംബന്ധിച്ച് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് വിശദമായ അന്വേഷണം നടത്തിയത്. അതിനുശേഷം ഈ മരത്തിൻ്റെ മുറിച്ചു മാറ്റി അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്ന മരത്തിൻ്റെ മഹസറുമൊക്കെ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് അബദ്ധത്തിൽ മുറിച്ചതല്ല, ഇത് മുറിച്ച് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നുള്ള സംശയമാണ് ഉയരുന്നത്. അതിന് കാരണങ്ങളും ഈ റിപ്പോർട്ടിൽ അസിസ്റ്റന്റ് കമ്മീഷണർ നിരത്തുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ മരം മുറിക്കാനോ പാഴ്മരങ്ങൾ വെട്ടിക്കളയാനോ ഒന്നും അന്ന് ദേവസ്വം ബോർഡ് അന്ന് ഈ പണിക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നില്ല. മാത്രമല്ല, ഈ മരം 50 വർഷത്തോളം പഴക്കമുള്ള മരമാണ്. അത് കണ്ടാൽ പാഴ്മരമായിട്ട് തോന്നുകയില്ല, മൈലാഞ്ചിയായിട്ട് തോന്നുകയുമില്ല. സാധാരണഗതിയിൽ പാഴ്മരം മുറിക്കുന്ന മട്ടിലല്ല ആ ചന്ദനമരം മുറിച്ചിരിക്കുന്നത്. പാഴ്മരം മുറിക്കുകയാണെങ്കിൽ അത് വെട്ടി ചില്ലയൊന്നും കോതാതെ വെട്ടിയും കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത് കൃത്യമായി ചില്ലകളൊക്കെ കോതി ഒതുക്കി തടിയാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു മരമുറിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയത്. അതിനൊപ്പം തന്നെ രാവിലെ ഇത് മുറിച്ചു മാറ്റി അവിടെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുവന്ന് മാറ്റി വെച്ചിരുന്നു. വൈകുന്നേരത്തോടെയാണ് ഓവർസിയർ ഈ ചന്ദനമരം മുറിച്ചത് കണ്ടെത്തുകയും അതെവിടെയെന്ന് ചോദിക്കുകയും ചെയ്തത്. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിലുണ്ട്, ഞങ്ങൾ വെട്ടിക്കളഞ്ഞതാണെന്ന് പറയും. അപ്പോൾ അവിടെ ഓവർസിയർ ചെന്ന് നോക്കുമ്പോൾ ഇത് അവിടെ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഓവർസിയറുടെ മൊഴി. അപ്പോൾ പാഴ്മരമാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒളിപ്പിച്ച നിലയിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഉയർത്തിയിട്ടുണ്ട് റിപ്പോർട്ടിൽ. അതിനൊപ്പം തന്നെ ഈ മരക്കഷ്ണങ്ങളുടെ മഹസർ തയ്യാറാക്കുമ്പോൾ ഈ ഡയമീറ്റർ, അതിൻ്റെ വ്യാസം തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇടയ്ക്കുള്ള ചില കഷ്ണങ്ങൾ കാണാനില്ല എന്നുള്ള സംശയം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചന്ദനമര മോഷണമാണ് അവിടെ നടന്നത് എന്ന മട്ടിലുള്ള ഒരു റിപ്പോർട്ടാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ വനംവകുപ്പിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പിനെ അന്ന് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ചന്ദനമരം മുറിച്ച് കടത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല, അത് 50 വർഷത്തിലേറെ പ്രായമുള്ള മരമാണെങ്കിൽ അതിന് നല്ല വിലയൊക്കെ വരുന്ന ചന്ദനമരമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. അല്ല, ഇപ്പോൾ ഈ സംശയത്തിന്റെ നിഴലിൽ ആരെല്ലാം ഉണ്ട്? ദേവസ്വം ബോർഡിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ട്? ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം വിശ്വസിക്കാൻ കഴിയാത്ത പലതും നമ്മുടെ കൺമുന്നിൽ വന്നാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഉള്ളിലുള്ള ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന സംശയമുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു കണ്ടെത്തലില്ല. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ചന്ദനമരം മുറിച്ചു മാറ്റിയത് കണ്ടെത്തിയിരിക്കുന്നതും അതിൽ മുറിച്ചതിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നതും. ഇനി അവിടെ ചന്ദനമരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവരെങ്ങനെ അറിഞ്ഞു? അത് ബോധപൂർവ്വം മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം മുറിച്ചു മാറ്റിയതാണോ? ഇതൊക്കെ അറിയണമെങ്കിൽ വനം വകുപ്പും പോലീസും ഒക്കെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനൊക്കെ വിവരങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇവരെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? ഇതേ സംഘം ഇനി വേറെ ഏതെങ്കിലും ചന്ദനമരങ്ങൾ മുറിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും വിശദമായ ഒരു അന്വേഷണ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ദേവസ്വം കമ്മീഷണറാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. അന്വേഷണത്തിൽ വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ദേവസ്വം ബോർഡ് ഉടമസ്ഥയുള്ള ചന്ദനമരമാണ് മുറിച്ചു കടത്താനുള്ള ശ്രമം ഉണ്ടായത്. കടത്തിനുള്ള ശ്രമം തന്നെയാണ് എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്.